കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് CBI. ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിച്ച വേളയിലാണ് CBI ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്, കേസിൽ നീതിപൂർവമായ അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് CBI വ്യക്തമാക്കുന്നു. എന്നാൽ കോടതിയിൽ CBI അന്വേഷണത്തെ അടിമുടി എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്, സർക്കാർ ഭാഗം വക്കീൽ ചെയ്തത്. സർക്കാരിന് ഈ കേസ് CBIക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. CBI അന്വേഷണത്തെ അടിമുടി എതിർക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇന്ന് കോടതിയിൽ ചെയ്തത്. എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ പിണറായി വിജയൻ സർക്കാർ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ട എന്ന് നിരന്തരം ഈ കേസിൽ സർക്കാർ വാദിക്കുന്നത്? CBI കൂട്ടിലിട്ട തത്തയാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ട് പറയുന്നു? അതേ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അതേ വാക്കുകൾ എന്തിനാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയുടെ തുറന്ന കോടതിയിൽ വാദിച്ചത്? അപ്പോൾ സർക്കാർ ഭയപ്പെടുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ തന്നെയാണ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. CBI അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ സർക്കാർ ഭയപ്പെടുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, CBI അന്വേഷിച്ചാൽ ഈ കേസിലെ പ്രതിയായ PP ദിവ്യ മാത്രമാകില്ല, PP ദിവ്യയെ സംരക്ഷിച്ച് നിർത്തിയ കണ്ണൂരിലെ സമുന്നതരായ CPM നേതാക്കൾ കൂടി കേസിൽ പ്രതിയായേക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ സർക്കാർ ഇത്രത്തോളം ഭയപ്പെടുന്നത്, സർക്കാർ അതിനെ എതിർക്കുന്നത്? CBI അന്വേഷണത്തെ അടിമുടി തുടക്കം മുതൽ എതിർക്കുകയാണ് CPM. കണ്ണൂരിലെ ഒരു ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഒടുവിൽ അധികാര കസേരയിലിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് അയാളെ പരസ്യമായി അപമാനിക്കുന്നു. ആ പരസ്യമായി അപമാനിക്കാൻ നടത്തിയത് വലിയ ഗൂഢാലോചനയാണ്. അധികാര കസേരയിലിരിക്കുന്ന നിരവധി പേർ അതിൽ പങ്കെടുത്തു. ഭരണം നിയന്ത്രിക്കുന്ന ജില്ലാ കളക്ടർ അടക്കം അതിന് മൗനാനുവാദം നൽകി, അതിന് പിന്തുണ നൽകി. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മാനസികമായി പീഡിപ്പിച്ച ശേഷം ആ ഉദ്യോഗസ്ഥൻ നിൽക്കക്കളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയാണോ അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതെല്ലാം ഇനി CBI അന്വേഷണത്തിലെ പുറത്തു വരികയുള്ളൂ. കാരണം ആത്മഹത്യ അല്ല, അതിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം തന്നെ ആരോപിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് ആത്മഹത്യയാണെന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ നവീൻ ബാബുവിന് സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം കാര്യക്ഷമമായി നടക്കണം. അല്ലാതെ CPMലെ സമുന്നത നേതാവിനെ സംരക്ഷിക്കെടുക്കാൻ CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന്റെ കാൽ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ യാതൊന്നും പുറത്തു വരില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പോരാട്ടത്തിന്റെ ഒരു ഭാഗിക വിജയമാണ് ഇന്ന് CBI കോടതിയിൽ പറഞ്ഞത്. ഈ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സാധാരണ CBI കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് നോക്കുന്നത്. കാരണം CBIക്ക് നിരവധി കേസുകളുണ്ട്, കേസുകളുടെ ബാഹുല്യമുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കോടതികളിൽ പലപ്പോഴും CBI അന്വേഷണം ആവശ്യപ്പെട്ടു വരുന്ന ഹർജികൾ പരിഗണിക്കുമ്പോൾ ഈ കേസ് ഏറ്റെടുക്കാൻ നിലവിൽ സാവകാശമില്ല, നിലവിൽ സമയമില്ല, നിലവിൽ കഴിയില്ല എന്ന് കോടതികളെ അറിയിക്കുകയാണ് സാധാരണ CBI ചെയ്യുന്നത്. എന്നാൽ നവീൻ ബാബുവിന്റെ കേസിൽ അങ്ങനെ ഒരു നിലപാടല്ല CBI സ്വീകരിച്ചത്. ഈ കേസിൽ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഹൈക്കോടതി പറഞ്ഞാൽ അടുത്ത നിമിഷം ഞങ്ങൾ കേസ് ഏറ്റെടുക്കും. ഇതാണ് CBI കോടതിയെ അറിയിച്ചത്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണം സംഭവിച്ച വിഷയത്തിൽ പലതും ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് CBIക്ക് പോലും മനസ്സിലാകുന്നു. ഈ കേസിൽ സത്യം പലതും പുറത്തു വരാനുണ്ട് എന്ന് CBIക്ക് തന്നെ കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഇത് ഗ്രാവിറ്റി ഉള്ള കേസാണ്, ഇത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട കേസാണ് എന്ന് CBIക്ക് മനസ്സിലായത്. അപ്പോഴും അതിനെ അടിമുടി എതിർക്കുകയാണ്. ഞങ്ങൾ ഈ കേസ് വിട്ടുകൊടുക്കില്ല, ഈ കേസിന്റെ അന്വേഷണം കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ നടത്തും, ഞങ്ങൾ കണ്ടെത്തുന്നതാണ് ഈ കേസിലെ സത്യം, അതിനപ്പുറം മറ്റൊരു സത്യമില്ല എന്ന് CPMന്റെ കോടതി തീരുമാനിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. CPMന്റെ സംസ്ഥാന നേതൃത്വവും AKG സെന്ററും തീരുമാനിക്കുകയാണ് നവീൻ ബാബുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ആര് നടത്തണം, നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്നുള്ളതിന്റെ അവസാന വാക്ക് AKG സെന്റർ പറയുന്നത് പോലെ ആയിരിക്കണമെന്ന് ശഠിക്കുകയാണ് CPMന്റെ ഇംഗിതത്തിന് വഴങ്ങുകയാണ് കേരളത്തിലെ സർക്കാർ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന അതേ വാക്കുകൾ, അതേ മൊഴികളാണ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറയുന്നത്. അപ്പോൾ തിരക്കഥ രചിക്കുന്നത് AKG സെന്ററിൽ നിന്നാണ്. നവീൻ ബാബു എന്ന
ADM-നെ, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ, ആ ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് കള്ളക്കണ്ണീര് കാണിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ. എന്തൊക്കെയാണ് CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞത്? ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമുണ്ട്, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കണ്ണീരിനൊപ്പമുണ്ട്, ആ കുടുംബം നമ്മുടെ കുടുംബമാണ്. പാരമ്പര്യമായി CPM-ന് വോട്ട് കുത്തിയ CPM-കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽപ്പെട്ട കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നവീൻ ബാബു. അപ്പോൾ സ്വന്തം സഖാക്കളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം സഖാക്കളെ പോലും സമയാസമയം ഒറ്റുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ഏത് പാർട്ടി ഉണ്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ കോടതി പോലും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ നടത്താൻ പോവുകയാണ്. ഈ മാസം 12-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. വിശദമായ വാദം ഈ മാസം 12-ന് കേൾക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. CBIയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിലപാട് ഈ കേസിൽ കോടതി പോലും പരിഗണിക്കുമെന്നുള്ളതാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. മഞ്ജുഷയുടെ പോരാട്ടം വിജയം കാണുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. കാരണം ഈ കേസിൽ ദുരൂഹതകളുണ്ട് എന്ന് കോടതിക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ കോടതി അതിൽ ഇടപെടുകയും ചെയ്തു. കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തിയതാണ്. കേസ് ഡയറി കോടതി ചോദിച്ചപ്പോഴാണ് അതിലെടുക്കേണ്ട പ്രാഥമികമായ നടപടിക്രമങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരംഭിച്ചത്. തിടുക്കപ്പെട്ട് ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. നവീൻ ബാബുവിന്റെ ഫോണ് കോടതിയിൽ സമർപ്പിച്ചു. പക്ഷെ അതിനു മുമ്പ് നടത്തേണ്ട ഫോറൻസിക് പരിശോധന നടത്തിയില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ ആ ഫോണ് പ്രത്യേക അന്വേഷണ സംഘം കയ്യിൽ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ആ ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഫോണായിരുന്നു. ആ ഫോണിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരെയൊക്കെ നവീൻ ബാബു ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരുടെയൊക്കെ സന്ദേശം അയച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ മെസ്സേജുകൾ ആ ഫോണിലേക്കുണ്ട്, ഇതൊന്നും പോലീസിന് പരിശോധിക്കേണ്ട, ഇതൊന്നും പോലീസിന് അറിയേണ്ട കാര്യമില്ല. കാരണം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ മാത്രമല്ലേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. സത്യസന്ധമായ അന്വേഷണമില്ല. ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് ആ കുടുംബം പറഞ്ഞത്, ഈ കേസിലെ സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ CBI പോലെയുള്ള ഏജൻസി വരണം. എന്നാൽ ആ ഏജൻസി വരാൻ സംസ്ഥാന സർക്കാരോട്ട് സമ്മതിക്കുന്നുമില്ല. ഒടുവിൽ ഹൈക്കോടതി മാത്രമാണ് അവർക്കുള്ള ഏക അഭയം. ഹൈക്കോടതിയിൽ CBI പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ കേസ് ഏറ്റെടുക്കാം, ഞങ്ങൾ അന്വേഷിക്കാം, ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാം. അപ്പോൾ ഭയപ്പെടുന്നത് കേരളത്തിലെ സർക്കാരാണ്, CPM എന്ന പാർട്ടിയാണ്, അടിമുടി എതിർക്കുകയാണ്. ഈ കേസ് CBIക്ക് വിട്ടുകൊടുക്കില്ല, കട്ടായം പറയുന്നു CPM. എന്താണ് CPM-ന് ഭയപ്പെടാനുള്ളത്? എന്താണ് ഈ സർക്കാരിന് ഭയപ്പെടാനുള്ളത്? പത്തനംതിട്ടയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുതലക്കണ്ണീരൊഴുക്കുന്നു. ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പമാണ്, ഞങ്ങൾ ഈ കുടുംബത്തെ സംരക്ഷിക്കും, സത്യം പുറത്തു വരണം. കണ്ണൂരിലെ CPM-ൻ്റെത് മറ്റൊരു നിലപാട്. ഒടുവിൽ ഇതെല്ലാം കൂടെ കേരളത്തിലെ പൊതുസമൂഹത്തെ കബളിപ്പിക്കാനുള്ള മുതലക്കണ്ണീരൊഴുക്കലാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു.